ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചു. മാനേജിംഗ് ഡയറക്ടർ ജോഷി പ്രഭാകരൻ സ്ഥാപനത്തിന് മുന്നിൽ പതാക ഉയർത്തി. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതലാം സസ്യശ്യാമലാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുലകിതയാമിനി പുല്ലകുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുമധുര ഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചത്. മാനേജിംഗ് ഡയറക്ടർ ജോഷി പ്രഭാകരൻ സ്ഥാപനത്തിന് മുന്നിൽ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ വരും തലമുറയ്ക്ക് ഒരു മാതൃകയാണെന്നും അതിലൂടെ രാജ്യസ്നേഹം വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു. നമസ്തേ, എൻ്റെ പേര് ജോഷി പ്രഭാകരൻ. ഞാൻ സുൽത്താന ജ്വല്ലറി എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. ഇന്ത്യ ഒട്ടാകെ സ്വാതന്ത്ര്യ സമരം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞാനും അതിൽ പങ്കുചേരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ സ്റ്റാഫുകളും പങ്കുചേർന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ പതാക ഉയർത്തലും മധുരം വിതരണലും നടത്തുകയുണ്ടായി. ഇന്ത്യയുടെ ഈ സ്വാതന്ത്ര്യദിനാഘോഷം ലോകം മുഴുക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വേളയാണ്. ഈ വരും കാലങ്ങളിലെങ്കിലും ഈ ദിനത്തിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാം മറന്ന് നമ്മളെല്ലാം ഒരേ ഇന്ത്യക്കാരാണ് എന്നുള്ള ചിന്തയോടുകൂടി വരും ആഘോഷ ദിനങ്ങൾ, വരും ഓഗസ്റ്റ് 15 എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളുടെ മുന്നിലും ഈ പതാക ഉയർത്തി നമ്മുടെ രാജ്യത്തെ ആദരിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് നിശ്ചയമായും വരും തലമുറയ്ക്ക് ഒരു മാതൃകയായിരിക്കും. അവർക്ക് നമ്മുടെ രാജ്യത്തിനോടുള്ള കൂറ് ഈ സമയമെങ്കിലും അവർ ഓർക്കും. ഇന്ന് ഞാനും എൻ്റെ കുട്ടികളും ചേർന്ന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ മുമ്പ് ഈ പതാക ഉയർത്തിയപ്പോൾ സത്യത്തിൽ ഞാൻ എൻ്റെ രാജ്യത്തിനോട് എന്തോ ചെയ്ത ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദവും വേറെ തന്നെയാണ്. പക്ഷേ അവിടെ നിങ്ങളുടെ മനസ്സിൽ ഒരു ജാതിയോ ഒരു മതമോ ഒരു രാഷ്ട്രീയമോ ആ സമയത്ത് ഉണ്ടാവരുത്. അത് മറന്നാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഇന്ത്യയുടെ ഒരു ഭാഗമാണ്, നമ്മളെല്ലാം ഒന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഓഗസ്റ്റ് 15 നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് അവരവരുടെ സ്ഥാപനങ്ങളിലും മറ്റുള്ള വീടുകളിൽ പോലും നമുക്ക് പതാക ഉയർത്തി നമ്മുടെ ഇന്ത്യയെ ആദരിക്കാം. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ജീവനക്കാർ ചടങ്ങിന് സാക്ഷിയായി. മീഡിയ പ്ലസ് ന്യൂസ്, തിരുവനന്തപുരം.